നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേരളത്തിൽ മാസപ്പിറ കണ്ടു. റമദാൻ വ്രതാരംഭം നാളെ. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ. പൊന്നാനിയിലും കാപ്പാടും വർക്കലയിലും മാസപ്പിറ ദൃശ്യമായതിനാൽ നാളെ റമദാൻ 1 വിവിധ ഖാസിമാർ അറിയിച്ചു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമാസത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. സമസ്തയുടെ അഭ്യന്തരായ ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദും നാളെ മാസപ്പിറവി 1 നിലക്ക് ഉറപ്പിച്ചതായി വിവരം അറിയിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്ക് ആഹ്ലാദമായി പുണ്യ റംസാൻ പിറന്നു. പ്രപഞ്ചനാഥന്റെ കാരുണ്യം പെയ്തിറങ്ങുന്ന സന്തോഷത്തിന്റെ രാപ്പകലുകളാണ് ഇനിയുള്ള ഓരോ ദിനങ്ങളും. ഒരു മാസക്കാലം വിശ്വാസികൾ പകൽ മുഴുവൻ ഭക്ഷണവും വെള്ളവും വെടിഞ്ഞ് നോമ്പ് നോൽക്കും. കണ്ണും നാവും ചെവിയുമെല്ലാം അരുതായ്മകളിൽ നിന്ന് അടർത്തിയെടുത്ത് ദൈവത്തിൽ മാത്രം സമർപ്പിക്കും. ആ മാസത്തിന്റെ പുണ്യം ആവോളം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാവും ഇനി ഓരോ വിശ്വാസിയും. സംസ്ഥാനത്തെ വിവിധ ഖാസിമാർ റംലാൻ സന്ദേശം നൽകി. സമൂഹത്തിൻ്റെ വികാര വിചാരങ്ങളെ, വേദനകളെ, ആശങ്കകളെ, ഒറ്റപ്പെടലുകളെ, ഇതിനൊക്കെ ഈ വ്രതാനുഷ്ഠാനം നാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ തന്നെ നമുക്ക് എല്ലാവരെയും കൂട്ടിപ്പിടിക്കുവാനുള്ള ഒരു വലിയ സന്ദേശവും പരിശുദ്ധ റംസാൻ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ നന്മകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് റംസാനെ ധന്യമാക്കുവാൻ എല്ലാവരും തയ്യാറാവുക. ഈ റംസാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്നുള്ളതാണ്. എല്ലാ പള്ളിയിലെയും ഇമാമുമാർ, ഖത്തീബുമാർ വെള്ളിയാഴ്ച ജുമാനന്തരമുള്ള പ്രഭാഷണങ്ങൾ പ്രധാനമായും ആവർത്തി നൽകേണ്ടത്, അതാ തറാവീഹിന് ശേഷമുള്ള പ്രഭാഷണങ്ങൾ, വനിതാ ക്ലാസുകളൊക്കെയും നൽകേണ്ടത് ലഹരിക്കെതിരെയുള്ള ഉത്ബോധനങ്ങളാണ്. അള്ളാഹു റമദാനിനെ നല്ല രൂപത്തിൽ തന്നെ ചൈതന്യവത്തായ രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാനും ഖുർആനും നോമ്പുമെല്ലാം നമുക്ക് ശുപാർശ പറയുന്ന സാഹചര്യം അള്ളാഹു തആല നമുക്ക് ഉണ്ടാക്കി തരുമാറാവട്ടെ. സൽക്കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളെക്കാൾ റംസാനിൽ ഏറെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് റംസാനിൽ ഏറെ പ്രാധാന്യം നൽകുന്നു. അവസാന 10 ഒറ്റയിട്ട രാവുകൾ ഏറ്റവും പുണ്യകരമായ രാവുകളാണ്. രാത്രിയിലെ തറാവീഹ് നമസ്കാരവും ഇഫ്താർ വിരുന്നുകളിലെ സൗഹൃദ സംഗമങ്ങളുമെല്ലാമായി ഓരോ വിശ്വാസിയും ഇനി പ്രാർത്ഥനയുടെ തിരക്കുകളിലലിയും. 24 കോഴിക്കോട്. മുഹമ്മദ് ഷഹബാസിന് കണ്ണീരോടെ വിട നൽകി ജന്മനാട്. താമരശ്ശേരി കിടവൂർ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. നിരവധി പേരാണ് മുഹമ്മദ് ഷഹബാസിന് അന്ത്യയാത്രാമൊഴി നൽകാനെത്തിയത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ മുഹമ്മദ് ഷഹബാസിന്റെ വേർപാട് താങ്ങാനാകുന്നില്ല ഉറ്റവർക്ക്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചതിരിഞ്ഞാണ് മുഹമ്മദ് ഷഹബാസിന്റെ മൃതദേഹം ചുങ്കം പാലോറക്കുന്നിലെ തറവാട്ടു വീട്ടിലെത്തിച്ചത്. കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും മുഹമ്മദ് ഷഹബാസിനെ അവസാന നോക്ക് കണ്ടു. ചുങ്കം ടൗൺ മസ്ജിദിൽ മൃതദേഹം പൊതുദർശനത്തിനു വെച്ചു. നാട്ടുകാരും സഹപാഠികളും ഉൾപ്പെടെ നിരവധി പേർ മുഹമ്മദ് ഷഹബാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. കിടവൂർ ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. ചുങ്കം പാലോറക്കുന്ന് ഇക്ബാൽ ഹസീന ദമ്പതികളുടെ മകനാണ് 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ്. തിങ്കളാഴ്ച SSLC പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് അതിക്രൂര മർദ്ദനവും പിന്നാലെ മരണവും. 24 കോഴിക്കോട്. ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക്. തൃശൂർ നഗരത്തിൽ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയ യുവതിയെ പോലീസ് കണ്ടെത്തിയത് മറ്റൊരു കേസ് അന്വേഷിക്കുന്നതിനിടെ. 5 അംഗ സംഘം മർദ്ദിച്ചവശാക്കിയ യുവതിയെ 3 ദിവസമാണ് തടവിൽ പാർപ്പിച്ചത്.
യുവതിയെ തട്ടിക്കൊണ്ടുപോയ 5 അംഗ സംഘം ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. മർദ്ദനത്തിന്റെയും തട്ടിക്കൊണ്ടുപോകലിന്റെയും CCTV ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തുവന്നു. സൂരജ് സജി അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. സൂരജ്, ഈ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോകൽ അത് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഒരു വീടിനോട് ചേർന്നുള്ള ഒരു ഗേറ്റിന്റെ ഭാഗത്താണ് യുവതികളടക്കമുള്ള ഒരു സംഘമെത്തി ഈ സ്ത്രീയെ മർദ്ദിക്കുന്നത്. എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ഉദ്ദേശം? അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? പോലീസ് അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടോ? എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത്? ഈ യുവതിയും ഈ സംഘവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒപ്പം മറ്റൊരു കടയിൽ ഒരു യുവാവിനെ അടിക്കുന്ന ദൃശ്യം കൂടി ഉണ്ടല്ലോ അനുബന്ധമായി. എന്താണ് സംഭവം? പ്രജിൻ, ആ യുവാവിനെ അടിക്കുന്ന ദൃശ്യം പുതുക്കാട് കോഫി ഷോപ്പിൽ ഈ പ്രതികൾ നടത്തിയ അക്രമമാണ്. അവിടെയുണ്ടായ ഈ അക്രമത്തെ തുടർന്ന് നൽകിയ കേസ്, ആ കേസ് അന്വേഷിച്ചെത്തിയ പോലീസാണ് നിലവിൽ ഈ യുവതിയെ കണ്ടെത്തുന്നത്. നായരങ്ങാടി ഭാഗത്ത് നിന്ന് ഈ വീട്ടിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു യുവതിയെ കണ്ടെത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് യുവതിയും യുവതിയുടെ സുഹൃത്ത് അഖിലും ഈ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് 5 പ്രതികളെത്തി ഈ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നു. ഈ 2 യുവതികൾ ഇവരെ മർദ്ദിക്കുന്നതും പിന്നീട് കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നതും ഒക്കെ ദൃശ്യത്തിൽ വ്യക്തമാണ്. ഈ അഖിലും അതുപോലെ തന്നെ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഗോപകുമാറും തമ്മിൽ ഒരു സ്പാ സെന്ററുമായി ബന്ധപ്പെട്ട് സ്പാ സെന്റർ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ഈ യുവതിയെ തട്ടിക്കൊണ്ടുപോയതെന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ ഒപ്പമുണ്ടായിരുന്ന മറ്റു 2 സ്ത്രീകളുടെ നേതൃത്വത്തിലൊക്കെ ക്രൂരമായ മർദ്ദനമാണ് ഈ യുവതിയെ ഏൽപ്പിച്ചത്. പിന്നീട് ഈ വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയായിരുന്നു. അതിനിടയിലാണ് പോലീസ് ഈ കോഫി ഷോപ്പിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയെ തിരഞ്ഞ് ഈ ഗോപകുമാറിന്റെ വീട്ടിലെത്തുന്നു. പിന്നീട് അവിടെ വെച്ച് യുവതിയെ കണ്ടെത്തുന്നു. യുവതിയോട് കാര്യങ്ങൾ തിരക്കിയ ശേഷം ഈ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പോലീസ്. അങ്ങനെ പോലീസിന്റെ ഒരു സംയോജിത ഇടപെടലാണ് ഈ പട്ടാപ്പകൽ നടന്ന തട്ടിക്കൊണ്ടുപോകലും ക്രൂരമർദ്ദനത്തിന്റെയും പര്യവസാനം കുറിച്ചുകൊണ്ട് ഇപ്പോൾ ആ യുവതിയെ രക്ഷിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പ്രജിത്ത്, ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. ആചാരങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധം തൃശൂർ പൂരം നടത്തണമെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തൃശൂർ പൂരത്തിന് മുൻപ് സുരക്ഷാ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും. കോടതി ഉത്തരവുകൾ പാലിച്ച് വെടിക്കെട്ടിനും ആന എഴുന്നള്ളിപ്പിനും വേണ്ട അനുമതികൾ നൽകണമെന്നും മുന്നൊരുക്ക അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. തൃശൂർ പൂരം നടത്തിപ്പിൽ കഴിഞ്ഞ വർഷം ഉയർന്ന ആക്ഷേപങ്ങളും പരാതികളും ഈ വർഷം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കണം. തൃശൂർ പൂരത്തിന് മുൻപ് തന്നെ സുരക്ഷാ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം. പൂരം നടത്തിപ്പിൽ ഒരു തരത്തിലുമുള്ള അനിശ്ചിതത്വം വരാൻ പാടില്ല. സുരക്ഷ ശക്തമാക്കുമ്പോഴും ആചാരപരമായ കാര്യങ്ങൾക്ക് കോട്ടം തട്ടരുതെന്നും മുന്നൊരുക്കം വിലയിരുത്താൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വെടിക്കെട്ട്, ആന എഴുന്നള്ളിപ്പ് എന്നിവയിൽ കോടതി ഉത്തരവുകൾ പാലിക്കണം. തൃശൂർ പൂരം വെടിക്കെട്ട് നടത്തുന്നതിന് ആവശ്യമായ ലൈസൻസുകൾ അനുവദിക്കണം. വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നിബന്ധനകൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ അറിയിച്ചു. ഇത് പരിഗണിച്ച് പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പൂരത്തിനാവശ്യമായ ആനകളെ എഴുന്നള്ളിക്കുന്നതിനും ആനയുടെ വിശ്രമം, പൊതുജന സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ പോലീസുമായി ചേർന്ന് ഒരുക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ കെ രാജൻ, വി എൻ വാസവൻ, ഡോക്ടർ ആർ ബിന്ദു തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. 24 തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് പകരം താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനുള്ള ഉത്തരവ് കത്തിച്ച് സമരക്കാർ. നാഷണൽ ഹെൽത്ത് മിഷന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ ആശാ വർക്കർ കുഴഞ്ഞു വീണു. സമരത്തിന് പിന്തുണയേറുന്നതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് സമരപ്പന്തലിൽ എത്തി. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യങ്ങൾ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം 19 ദിവസം പിന്നിട്ടു. സമരത്തെ ചൊല്ലി രൂക്ഷമായ രാഷ്ട്രീയ വാക്പോരുകളും തുടരുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരായി CITUവിന്റെ നേതൃത്വത്തിലുള്ള ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ എജീസ് ഓഫീസ് മാർച്ച് കൂടി സംഘടിപ്പിച്ചതോടെ മറ്റു ചില രാഷ്ട്രീയ ചർച്ചകളും ഉയർന്നു. CITU നേതാവ് PB ഹർഷകുമാർ നടത്തിയ പ്രതികരണം വിവാദമായതോടെ പ്രതിപക്ഷം സമരത്തിന് കൂടുതൽ പിന്തുണയുമായി രംഗത്തെത്തി. സമരം ചെയ്യുന്നത് കേരളത്തിൽ തെറ്റാണോ? ഇപ്പൊ സമരം ചെയ്തവരെ പരിഹസിക്കുകയാണ്. ഈ പാവങ്ങളെങ്കിലും അവമാനിക്കണോ? സ്ത്രീകളല്ലേ, അവർ ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു ഭീഷണിയും വേണ്ട, അവരെ കൂടെ ഞങ്ങളുണ്ട്. CPIMന്റെ വനിതാ നേതാക്കൾ വിഷയത്തിൽ ഇടപെടണമെന്ന് ഷാനിമോൾ ഉസ്മാൻ. അടിയന്തരമായിട്ട് വൃന്ദ കാരാട്ടിനെ പോലെയുള്ള CPMന്റെ വനിതാ നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടണം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സമരം ചെയ്യുന്നവരെ കണ്ട് പിന്തുണ അറിയിച്ചു. ആശാവർക്കർമാരുടെ ആവശ്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്ന് സുരേഷ് ഗോപി. ഈ വിഷയം അങ്ങനെ അവർക്കൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രണ്ടും, അതിന് പിന്നെ കേന്ദ്രത്തിനും ചെയ്യാവുന്നത് സംസ്ഥാനം ചെയ്യുന്നത് പോലെ കേന്ദ്രത്തിനും ചില നടപടികൾ ഉണ്ടാവില്ലേ?
ആ നടപടിയിലേക്ക് കടക്കണമെന്ന് ഞാൻ ബഹുമാന്യനായ പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും അറിയിക്കും. തിങ്കളാഴ്ച സമരസമിതി നിയമസഭയിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കാനുള്ള ആരോഗ്യവകുപ്പ് ഉത്തരവിന് പിന്നാലെ കൂടുതൽ ആശമാർ ഡ്യൂട്ടിക്കെത്തി. ഇന്ന് 525 ആശമാർ ജോലിക്കെത്തി. ഇന്ന് ഡ്യൂട്ടിക്കെത്താത്തത് 5% ആശമാർ മാത്രമെന്നും NHM അറിയിച്ചു. ഡ്യൂട്ടിക്കെത്താത്തവർക്ക് പകരം ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കാൻ ഇന്നലെ നാഷണൽ ഹെൽത്ത് മിഷൻ ഉത്തരവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടുതൽ പേർ ഇന്ന് ഡ്യൂട്ടിക്കെത്തിയത്. നിക്ഷേപക സംഗമത്തിലെ വാഗ്ദാനങ്ങൾ ഉറപ്പിക്കാൻ തുടർ നടപടികളുമായി സംസ്ഥാന സർക്കാർ. നിക്ഷേപ വാഗ്ദാനങ്ങളുടെ അവലോകന യോഗം തിങ്കളാഴ്ച മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേരും. കൊച്ചിയിൽ 24 ബിസിനസ് അവാർഡാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വ്യവസായ മന്ത്രി P. രാജീവാണ് ഇക്കാര്യം അറിയിച്ചത്. കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമത്തിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമെന്നായിരുന്നു സർക്കാർ വിലയിരുത്തൽ. അന്തിമ കണക്കുകൂട്ടലിൽ നിക്ഷേപ വാഗ്ദാനം 1,72,000 കോടിയായി. ഇനി വാഗ്ദാനങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റേത്. ഇനി 3-ാം തീയതി തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഓർഗനൈസേഷൻസുമായിട്ടുള്ള ആശയവിനിമയമാണ്. CIA, FICCI, KSSIA. ഇനി നമ്മളെങ്ങനെ മുന്നോട്ട് പോകാം? അത് കഴിഞ്ഞാൽ 13-ാം തീയതി മന്ത്രിതല മീറ്റിംഗ് ആണ് വിവിധ വകുപ്പുകളുടെ. പിന്നെ ട്രേഡ് യൂണിയനുകളുടെ മീറ്റിംഗ്. മുഖ്യമന്ത്രി, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. നിക്ഷേപ സംഗമത്തിലെ ഉറപ്പ് പ്രകാരം 50 കോടി രൂപ വരെയുള്ള സംരംഭം ആരംഭിച്ച് 3 മാസം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാമെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇപ്പം 50 കോടിയാണെങ്കിലും യൂണിയൻ ഗവൺമെന്റ് 125 കോടിയായിട്ട് MSME ഡെഫിനിഷൻ മാറ്റാൻ പോവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് 125 കോടി വരെ 3.5 വർഷം പ്രിൻസിപ്പൽ അപ്രൂവലിൽ പ്രവർത്തിക്കാൻ കഴിയും. 11 വിഭാഗങ്ങളിലായി സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംരംഭകരെ ചടങ്ങിൽ ആദരിച്ചു. ടൈപ്പ് 1 ഡയബറ്റീസ് ബാധിതരായ 500ഓളം കുട്ടികൾക്ക് 24 കണക്റ്റിന്റെ ഭാഗമായി CGM സിസ്റ്റം ഡിവൈസ് നൽകുന്ന കുഞ്ഞുമിഠായി പദ്ധതിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ AV അനൂപ്, ഡെൻ കെയർ സ്ഥാപകൻ ജോൺ കുര്യാക്കോസ്, ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ സാന്നിധ്യം കൊണ്ട് ചടങ്ങിനെ സമ്പന്നമാക്കി. 24 കൊച്ചി. കോട്ടയത്ത് 4 വയസ്സുകാരൻ കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശമെന്ന് സംശയം. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട മണർകാട് സ്വദേശിയായ കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടി. അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവിക്കും പരാതി നൽകി. 17-ാം തീയതി സ്കൂളിൽ വെച്ചാണ് കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത്. വീട്ടിലെത്തിയപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. ഇതോടെ വടവാതൂരിലെ ആശുപത്രിയിലും അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിലേക്കും മാറ്റി. രക്തസമ്മർദ്ദം കൂടിയതോടെ 4 വയസ്സുകാരൻ അബോധാവസ്ഥയിലായി. പിന്നാലെ കുട്ടി ചോക്ലേറ്റ് കഴിച്ചിരുന്നതായി സ്കൂൾ അധികൃതർ അറിയിച്ചതോടെയാണ് രക്ഷിതാക്കൾക്ക് സംശയം തോന്നിയത്. തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വിശദ പരിശോധനയ്ക്കായി കൊണ്ടുപോയി. പരിശോധനയിൽ ബെൻസോഡയാസീപ് പെൻസിന്റെ സാന്നിധ്യം കണ്ടെത്തി. നമുക്കറിയത്തില്ല. ഇപ്പോൾ കുഞ്ഞിന് ബോധം വന്നപ്പോഴത്തേക്ക് അവനോട് തന്നെ ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് മോനെ, ഫോട്ടോ കാണിച്ച് ഞാൻ ചോദിച്ചു, മോനെ ഇതാണോ കഴിച്ചത്? അപ്പോൾ പറഞ്ഞു, അമ്മ ഞാൻ ഇതാണ് കഴിച്ചത്, ഇത് കഴിച്ചു കഴിഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയെന്ന് അവൻ തന്നെ എന്നോട് പറഞ്ഞു. ചോക്ലേറ്റ് എങ്ങനെ ക്ലാസ് റൂമിൽ എത്തിയെന്ന് ആർക്കും അറിയില്ല. ക്ലാസ്സിൽ നിന്ന് ലഭിച്ചുവെന്നാണ് കുട്ടി പറയുന്നത്. കഴിച്ചു കഴിഞ്ഞപ്പോ എന്താ തോന്നിയേ? ഉറക്കം വന്നോ? ക്ലാസ്സിൽ വെച്ച് ക്ഷീണം വന്നോ? സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് നൽകിയിട്ടില്ലെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഉറക്കമില്ലായ്മ ഉൾപ്പെടെയുള്ള രോഗാവസ്ഥയ്ക്ക് നൽകുന്ന മരുന്നാണ് കണ്ടെത്തിയത്. ചിലർ ലഹരിക്കായും ഈ മരുന്ന് ഉപയോഗിക്കാറുണ്ട്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടറും ഇടപെട്ടു. 24 കോട്ടയം. കുടുംബത്തിന്റെ കടബാധ്യത അറിഞ്ഞിരുന്നില്ലെന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. തന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിരുന്നില്ലെന്നും അബ്ദുൾ റഹീം പോലീസിന് മൊഴി നൽകി. അതേസമയം കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന ചികിത്സയിലുള്ള മാതാവ് ഷെമി മാജിസ്ട്രേറ്റിന് മൊഴി നൽകി. കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പ്രതിയുടെ മൊഴി. 65 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ കുടുംബത്തിന് അത്രയേറെ കടബാധ്യതയില്ലെന്ന് അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. തീർക്കാവുന്ന കടമേ കുടുംബത്തിനുണ്ടായിരുന്നുള്ളൂ. ഒരാഴ്ച മുൻപും അഫാനുമായി സംസാരിച്ചു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടെത്തട്ടെ എന്നും അബ്ദുൾ റഹീം. സാമ്പത്തിക പ്രശ്നമായിട്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള കുടുംബമല്ലാതെ ഞങ്ങളത്. സാമ്പത്തിക പ്രശ്നം വലിയ പ്രശ്നമല്ല.
പിന്നെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അറിയത്തില്ല. അതിനിപ്പം പോലീസിൻ്റെ നിയമവശം അവർ തെളിയിക്കാനുള്ളതാണ്. എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും. പാങ്ങോടും വെഞ്ഞാറമൂടും പോലീസ് സ്റ്റേഷനുകളിൽ അബ്ദുൾ റഹീം മൊഴി നൽകി. ബാങ്ക് വായ്പയും മറ്റ് കടങ്ങളും ഉൾപ്പെടെ 15 ലക്ഷത്തിന്റെ ബാധ്യതയുണ്ട്. ഇഖാമ പുതുക്കാൻ കഴിയാതെ വർഷങ്ങളായി വിദേശത്ത് അകപ്പെട്ട അബ്ദുൾ റഹീമിന് ഫർസാനയും അഫാനുമായുള്ള ബന്ധം അറിയാമായിരുന്നു. അഫാൻ പണയം വെച്ച ഫർസാനയുടെ സ്വർണം എടുത്തു നൽകാൻ അടുത്തിടെ 60,000 രൂപ അയച്ചെന്നും തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് മകനെ അറിയിച്ചിട്ടില്ലെന്നും റഹീം മൊഴി നൽകി. അഫാന്റെ മാതാവ് ഷെമിയും മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകി. കട്ടിലിൽ നിന്ന് വീണ് പരിക്കേറ്റതെന്നാണ് മൊഴി. കുടുംബത്തിന് ഇത്രയേറെ ബാധ്യത ഉണ്ടായത് എങ്ങനെയെന്ന് പോലീസും പരിശോധിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ഉത്തരാഖണ്ഡിലെ മനയിൽ മഞ്ഞിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട 4 തൊഴിലാളികൾ മരിച്ചു. 5 പേർക്ക് വേണ്ടിയുള്ള രക്ഷാദൗത്യം തുടരുകയാണ്. മഞ്ഞുവീഴ്ചയും മഴയും രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാവുന്നുണ്ട്. ബദ്രിനാഥിലെ മന ഗ്രാമത്തിനടുത്തുള്ള ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ക്യാമ്പിലുണ്ടായ മഞ്ഞിടിച്ചിലിൽ കുടുങ്ങിയ 55 തൊഴിലാളികളിൽ 50 പേരെയും രക്ഷപ്പെടുത്തി. ഇന്ന് രാവിലെ 14 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ ജോഷിമഠിലെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. ഇതിൽ ഒരാൾ പിന്നീട് മരിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ 3 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ജോഷിമഠിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. കനത്ത മഞ്ഞുവീഴ്ചയും മഴയും മഞ്ഞിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാണ്. പ്രദേശത്ത് 7 അടിയിലേറെ മഞ്ഞുമൂടിയതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു. സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനകൾ, ITBP, സൈന്യം എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. 24 ഡൽഹി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് യോഗ്യതയില്ല. നിർണായക മത്സരത്തിൽ ജംഷഡ്പൂർ FCയോട് സമനില വഴങ്ങി. ആദ്യ പകുതിയിൽ കോറോയിലൂടെ ലീഡിടത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായത് ഡ്രിൻസിച്ചിന്റെ സെൽഫ് ഗോളാണ്. കൊച്ചിയിൽ നിന്ന് അനിൽ വാസ്തു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അങ്ങനെ ISL 11ാം സീസണും കേരള ബ്ലാസ്റ്റേഴ്സിന് നിരാശയുടേതായി മാറുകയാണ്. ഇത്തവണ കപ്പില്ലെന്ന് മാത്രമല്ല പ്ലേ ഓഫിന് കൂടി യോഗ്യതയില്ലാതെ മടങ്ങുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നത്തെ നിർണായക മത്സരത്തിൽ ജയം അനിവാര്യമായിരുന്നു. എന്നാൽ സമനിലയിൽ കുരുങ്ങി. അതും ഡ്രിൻസിച്ചിൻ്റെ ഒരു സെൽഫ് ഗോളിൽ 1-1 എന്ന സ്കോറിന് ജംഷഡ്പൂരിനോട് സമനില വഴങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയാണ്. ഇത്തവണ പ്ലേ ഓഫിലേക്ക് പോലും കടക്കാനാവാതെ, കഴിഞ്ഞ 3 സീസണിലും പ്ലേ ഓഫിലേക്ക് കടന്ന ടീമാണ്. ഇത്തവണ അതുപോലും ഇല്ലാത്തതെന്നുള്ളത് ദുരന്തം പൂർണ്ണമാക്കുകയാണ്. ഇനി ശേഷിക്കുന്ന 2 മത്സരങ്ങളാണ്. ആ 2ൽ ജയിച്ചാൽ പോലും ഒരു സാധ്യതകളുമില്ല. 22 മത്സരങ്ങളിൽ നിന്ന് 25 പോയിന്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സമ്പാദ്യം. എന്തായാലും നിരാശയിലാണ് ആരാധകർ, വലിയ സങ്കടത്തിലെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജേഴ്സിയൊക്കെ ഇട്ട് വന്ന് ഇന്ന് തകർക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അതുണ്ടായില്ല. ആദ്യത്തെ ഗോൾ അടിച്ചപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. രണ്ടാമത്തെ ഓൺ ഗോൾ വീണപ്പോൾ എല്ലാം പോയി. അടുത്ത തവണ പിടിക്കും. ഇത് കുറേ കാലമായി മറ്റൊരു നിരാശപ്പെടുത്തുന്ന സീസൺ. അതെ, സ്വാഭാവികം, പറയാനൊന്നുമില്ല. സെയിം മാനേജറിനൊന്നും പറയാനില്ല. 2 പ്ലേയേഴ്സാണ് 9 വയസ്സ് പോയി നമ്മുടെ ടീമിൽ. 2 പ്ലേയേഴ്സ് കേട്ടില്ല, ആകെയും 2 പ്ലേയേഴ്സ് വന്നുള്ളൂ. 9 വയസ്സാണ് പോയത് നമ്മുടെ ടീമിൽ നിന്ന്. ഇത്ര ഒരു മാറ്റമില്ല. എന്ത് പറയാനാ നമുക്ക്. പിന്നെ റെഫറി, അത് പിന്നെ പണ്ടത്തെ പോലെ ഒരു മാറ്റവും ഇല്ല. ഇപ്പോൾ തന്നെ അടുത്ത 2 കളിയുണ്ട്. ഞാൻ അതൊക്കെ കാണുമോ? കളി കണ്ടിരിക്കും. KBFC മാനേജ്മെന്റ് മൊത്തം കളിക്കാര് നല്ലതാണ്, പക്ഷെ നമ്മുടെ മാനേജ്മെന്റ് ഏറ്റവും നല്ല ടീം FC ഗോവ. അടുത്ത കളി പിടിക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ പ്രതിഷേധവും മാനേജ്മെന്റിനെ തന്നെയാണ്. ഇത്തവണ നല്ല സൈനിങ്ങുകൾ ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്ലെയേഴ്സിന് പോയതിനൊക്കെ തന്നെ പ്രോപ്പർ അത്തരം സൈനിങ്ങുകൾ ഉണ്ടായില്ല എന്നുള്ള നിരാശയുണ്ട്. മാനേജ്മെൻറ്റ് മാറണം, ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങൾ തന്നെയാണ്, പ്രതിഷേധങ്ങൾ തന്നെയാണ് ആരാധകരിൽ നിന്നുണ്ടാകുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 11ാം സീസണിലും കപ്പടിക്കലും കലിപ്പടക്കലും ഒന്നുമില്ല. ഇനി പതിവ് പോലെ അടുത്ത കൊല്ലം കാണാമെന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. കാണാം അടുത്ത സീസണിലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത്. ആരാധകർ ഒരുപക്ഷെ മുൻകാലങ്ങളെക്കാൾ ഏറ്റവും നിരാശരായി ഇത്തവണ സ്റ്റേഡിയത്തിലേക്ക് വരാത്ത അവസ്ഥ പോലും ആയിരുന്നു. ഇന്നെല്ലാം എണ്ണിപ്പെറുക്കിയാൽ ഒരു 1000-ഓ 1500-ഓ മാത്രം ആരാധകരായിരുന്നു സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത്. നിരാശ അല്ലെങ്കിൽ ആ തകർച്ച കാണാൻ കൂടുതൽ ആരാധകർ എത്തിയില്ല. ബ്ലാസ്റ്റേഴ്സ് മാറുമെന്ന് പ്രതീക്ഷിക്കാം. കപ്പടിക്കലും കലിപ്പടക്കലും ഇനി അടുത്ത സീസണിൽ. കൊച്ചിയിൽ നിന്ന് അനൂപിനൊപ്പം അനിൽ വാസുദേവ്, 24. മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2024 പുരസ്കാരം 24 ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റിന ചെറിയാന്. മലയാളി സംരംഭകരുടെ ജീവിതവും വിജയകഥകളും തന്മയത്വത്തോടെ അവതരിപ്പിച്ചതിനാണ് പുരസ്കാരം. 24 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ വാല്യൂ പ്ലസ് എന്ന പരിപാടി ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. ഈ മാസം 4 വൈകിട്ട് 7 മണിക്ക് കൊച്ചിയിലെ ആൽഫ ഹൊറൈസൺ ബിസിനസ് സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. 24 റൗണ്ട് പൂർത്തിയാവുന്നു.